വീണ്ടും അച്ഛനാകാൻ പോകുന്ന അഭിയേട്ടന് സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇന്ന് ഏട്ടന്റെ വസു. താങ്ക് യു. It's very impressive, Vasundhara. Very, very impressive. Thank you so much, Vasundhara. ഞാനും നമ്മുടെ ബേബിയും ഏട്ടൻ എവിടെയായിരുന്നാലും ഞങ്ങൾ രണ്ടുപേരും ഏട്ടന്റെ കൂടെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞ ഇതാണ് സർപ്രൈസ് ഗിഫ്റ്റ്. തന്റെ കയ്യിൽ നിന്ന് ഞാനിത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഐ എം വെരി ഹാപ്പി, വസുന്ധര. വസുന്ധരെ, ഞാൻ തന്നോട് നേരത്തെ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഈ ഒരു ഹാപ്പി ഒക്കേഷനിൽ തനിക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ പറഞ്ഞോ. അതിനി എന്താണെങ്കിലും എത്ര കോസ്റ്റ്ലി ആണെങ്കിലും ശരി, ഞാനത് തനിക്ക് വാങ്ങിച്ചുതരും. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ശരി, തനിക്ക് വേണ്ടി ഞാനത് ചെയ്തിരിക്കും. പ്രോമിസ്. പറയൂ. എനിക്കൊന്നും വേണ്ട ഏട്ടാ. നോ നോ, താൻ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ മതിയാവും. എനിക്കിപ്പോ ഒരു ആഗ്രഹങ്ങളും ഇല്ല ഏട്ടാ. അങ്ങനെ അല്ലെന്നേ, ഇങ്ങനെയുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? എനിക്കിപ്പോൾ അത് ഒരേ ഒരു ആഗ്രഹം മാത്രം. എന്താണെന്ന് പറയൂ. നമ്മുടെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കാണണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ എനിക്ക്. എപ്പോ എനിക്ക് മാസം തികയും, എപ്പോ എന്റെ കണ്ണുകൊണ്ട് കുഞ്ഞിനെ കാണുമെന്ന് ഒരേ ടെൻഷനാ. അത് മാത്രമല്ല ഏട്ടാ, എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യം വീട്ടിലെല്ലാവരോടും പറയണം. ആദ്യം അമ്മ ഇതൊക്കെ ഒന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ എന്റെ മനസ്സിന് സമാധാനം കിട്ടൂ. അതൊന്ന് ചെയ്തു തരാൻ പറ്റുമോ ഏട്ടന്? അതെന്റെ ഉത്തരവാദിത്തമാണ് വസുന്ധര. പറ്റുമെങ്കിൽ നാളെ തന്നെ പറയാം. തന്നെ ഞാൻ ഒരുപാട് കാലം ടെൻഷൻ ആക്കില്ല. ആവശ്യമില്ലാതെ വെറിയിടാവരുത്, ഓക്കെ? അമ്മയെ കൺവിൻസ് ചെയ്യേണ്ട ചുമതല എനിക്കാണ്. മനസ്സിലായോ? താങ്ക്സ് ഏട്ടാ. ആന്റി, വിശന്നിട്ട് പഴം കഴിക്കുകയാണോ അതോ കഴിച്ചത് ദഹിക്കാൻ വേണ്ടി കഴിക്കുകയാണോ? നല്ല ഐഡിയാസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ വാഴപ്പഴം കഴിക്കുന്നത്. പഴം കഴിച്ചിങ്ങനെ നടന്നുകൊണ്ടിരുന്ന പുതിയ ആശയങ്ങൾ ഇങ്ങനെ മനസ്സിൽ വരും. അതൊക്കെ പോട്ടെ, ഇപ്പൊ എന്തിനെ കുറിച്ച് ആലോചിക്കുന്നേ? ഈ വീട്ടിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. അതെങ്ങനെയെങ്കിലും വെളിച്ചത്ത് കൊണ്ടുവരണം. ഈ വീട്ടിലെ രഹസ്യം എന്ന് വെച്ചാ ഞാൻ പ്രഗ്നന്റ് അല്ല എന്നുള്ള രഹസ്യല്ലേ? അപ്പോ എന്നെ പറ്റി എല്ലാവരോടും പറയാൻ പോവാണോ? ഓഹ് മണ്ടി പെണ്ണെ, നിന്നെ പറ്റിയുള്ള രഹസ്യം പുറത്തു പറഞ്ഞാ കുടുങ്ങാൻ പോകുന്ന ഞാനല്ലേ. പിന്നെ ആരെ പറ്റി ആന്റി ആലോചിക്കുന്നേ? ആ വസുവിനെ കുറിച്ചാ. കുറച്ച് ദിവസങ്ങളായി അവക്ക് എന്തോ ഒരു മാറ്റമുണ്ട്. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടറെ കണ്ടപ്പോ അവള് വല്ലാതെ പരിഭ്രമിച്ചു. ആ ഡോക്ടർ ആണെങ്കില് ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് വസുവിനോട് ചോദിച്ചു. ശരി ആന്റി, ആ ഡോക്ടറെ കാണുമെന്ന് വിചാരിച്ചതല്ലേ? വസുവേട്ടത്തിയുടെ കാര്യം അറിയാൻ വേണ്ടി. അതൊരു വശത്തിരിക്കട്ടെ. ഭാവനയോട് വസു കുട്ടികളെ പറ്റി സംസാരിച്ചു. അഭിയോട് പോലും കുട്ടികളെ പറ്റിയാ സംസാരിച്ചേ. അയ്യോ, ഈ കാര്യത്തെ പറ്റി നേരത്തെ പറഞ്ഞു. ഇന്നലെ അഭിയും വസുവും ചേർന്ന് നിന്റെ അമ്മായിയോടും അമ്മാവിനോടും എന്തോ ഒരു പ്രധാന കാര്യം പറയാനാ വന്നേ. അഖിൽ ഇടയ്ക്ക് വന്നപ്പോ അതവർക്ക് പറയാൻ പറ്റിയില്ല. അത് എന്ത് കാര്യമായിരിക്കും ആന്റി? അതാടി എനിക്കും മനസ്സിലാവാത്തത്. അതവിടെ നിക്കട്ടെ.
ഇന്ന് അബി 2 സെറ്റ് പാവകളാ കൊണ്ടുവന്നേ. രണ്ടും നിനക്ക് തന്നെയാ തന്നത്. പക്ഷേ ഒരു സെറ്റ് പാവ തന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അബി വിചാരിച്ചു കാണും എന്നാ എന്റെ മനസ്സ് പറയുന്നേ. ആ പാവകള് വെച്ച് അബി എന്ത് ചെയ്യാനാ? ചിലപ്പോ അനുവിനും കീർത്തിക്കും കൊടുക്കുമായിരുന്നിരിക്കും. ആ കുട്ടികളൊക്കെ പാവ വെച്ച് കളിക്കേണ്ട പ്രായം കഴിഞ്ഞില്ലേ? അയ്യോ, ഇപ്പൊ നിങ്ങളുടെ സംശയം എന്താ? വസു എന്തോ ഒരു രഹസ്യം ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. അതെന്താണെന്ന് ഭാവനയ്ക്കറിയാം. ഇന്നലെ അബിക്കും അത് മനസ്സിലായി. പക്ഷെ അതെന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പോ ഭാവനേട്ടത്തിയോട് ചോദിക്കല്ലേ? ഒന്നാലും അവള് പറയില്ലടി. അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. നമ്മളൊരു സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരിക്കുമ്പോ അവര് വേറെ സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരിക്കുകയാണോ? നമ്മളും അവരും എന്നൊന്നുമില്ല. വീട്ടിലുള്ള എല്ലാവർക്കും ഓരോ രഹസ്യം ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. ആരുടെ അടുത്താണ് ബോംബുള്ളത്, അത് എപ്പോ പൊട്ടിത്തെറിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ആദ്യം നമ്മുടെ ബോംബ് പൊട്ടാതെ നോക്കിയാ മതി ആന്റി. അല്ലടി അല്ല, ആ വസുവിന്റെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കണം. ആ അബിയുടെയും വസുവിന്റെ മേൽ നമ്മുടെ ഒരു കണ്ണു വേണം. അവരുടെ രഹസ്യം എന്താണെന്ന് നമുക്കറിയാൻ കഴിഞ്ഞാ അത് വെച്ച് നമുക്കൊരു കളി കളിക്കാം. അതിനാടി ഞാൻ ഈ പഴം കഴിച്ചോണ്ടിരിക്കുന്നേ. തിരിച്ച് അവരാണ് നമുക്ക് പണി തരുന്നതെങ്കിലോ? പോസിറ്റീവായിട്ട് ചിന്തിക്കടി. നമുക്ക് പ്രയോജനപ്പെടുന്നത് പോലെ ചിന്തിക്കണം. അമ്മേ, അമ്മേ, അമ്മയ്ക്ക് സുഖാണോ? ആരാ മോനെ നീ? ഞാനാ അമ്മേ, അമ്മയുടെ മകൻ. എന്റെ മകനോ? അതെ അമ്മേ, അമ്മയുടെ ജനിക്കാത്ത മകനാ ഞാൻ. അമ്മയുടെ വയറ്റില് ഞാനാ ഉള്ളത്. അമ്മ ഒരുപാട് ക്ഷീണിച്ചിരിക്ക, അത് പറയാനാ ഞാൻ വന്നത്. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? മോനെ, സത്യമായിട്ട് നീ എന്നെ കാണാൻ വന്നതാണോ? അമ്മ എന്നെ വിളിച്ച ഞാൻ എങ്ങനെയാ വരാതിരിക്കുക അമ്മേ? എനിക്കും അമ്മയെ കാണണമെന്ന് തോന്നി. എന്ത് സുന്ദരനായിരിക്കുന്നു എന്റെ മോൻ, എന്ത് ഐശ്വര്യം എന്റെ മോന്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുക. നിനക്ക് വേണ്ടി ഞാൻ ഈ സ്വപ്നങ്ങളെല്ലാം കാണുന്നേ. നീ എപ്പോ വരുമെന്ന ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഞാൻ. മോനെ പറ്റി എല്ലാവരോടും പറയണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. മോന് ഒരു ചേട്ടൻ ഉണ്ണി, 2 ചേച്ചിമാര് അനു, കീർത്തിയുണ്ട്. അയ്യോ, മോനോടൊരു കാര്യം പറയാൻ മറന്നു. ഇതാ നോക്ക്, ഇതാ നിന്റെ അച്ഛൻ, പേര് അഭിറാം. വലിയൊരു ഈവന്റ് ഓർഗനൈസറാ, സംസ്കൃതി ഇവന്റ്സിന്റെ ചെയർമാൻ. ഉമ്മ. മോനിപ്പോ വന്നത് എനിക്ക് ഒരുപാട് സന്തോഷായി. വസുന്ധര, അല്ല ഏട്ടാ, ഏട്ടൻ എഴുന്നേറ്റോ? അല്ല, താൻ ആരോടെ സംസാരിക്കുന്നേ? നമ്മുടെ മോനോട്. നമ്മുടെ മോനോ?
ആ അതെ ഏട്ടാ, കണ്ടില്ലേ എന്ത് സുന്ദരനാ, എന്തൊരു ഐശ്വര്യ, ഏട്ടനെ പോലെ തന്നെയാ. വസുന്ധരെ, ആ, നമ്മുടെ മോൻ. മോനെ, മോനെ എവിടെയാ പോയത്? മോനെ എവിടെയാ നീ? അയ്യോ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാ. വസുന്ധര, അല്ല ഞാൻ പറയുന്നത് കേക്ക്. ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാ മോനെ. മോനെ വസുന്ധര. അല്ല ഏട്ടാ, Cool down. നമ്മുടെ മോൻ മോൻ എവിടെയാ പോയത്? നമ്മുടെ മോൻ ഒരിടത്തും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. അല്ല ഏട്ടാ, കുറച്ചു മുൻപ് അവൻ ഇവിടെ ഉണ്ടായിരുന്നു, എന്നോട് സംസാരിച്ചു. എനിക്ക് വേണ്ടി വന്നു അവൻ പറഞ്ഞത്. അത് തന്റെ തോന്നല, ഹാലൂസിനേഷൻ. എന്താ പറഞ്ഞത്? തോന്നലായിരുന്നോ? അതെ, നീ നമ്മുടെ കുഞ്ഞിനെ പറ്റി ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ അവനെ കാണാൻ കഴിയുന്ന ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാ മോൻ വന്നതുപോലെയും തന്നോട് സംസാരിച്ചതുപോലെയൊക്കെ തനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ഞാൻ സങ്കല്പിച്ചതായിരുന്നോ? വെറും ഒരു തോന്നലായിരുന്നോ? മോൻ ശരിക്കും വന്നില്ലേ? എന്നോട് സംസാരിച്ചില്ലേ? ഡോണ്ട് വെറി വസുന്ധര, കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ തന്റെ സ്വപ്നങ്ങൾ സത്യമാവും. നമ്മുടെ കുഞ്ഞിനെ താൻ നേരിട്ട് തന്നെ കാണും. ഇപ്പൊ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നമ്മുടെ മോൻ എന്ത് സുന്ദരനാണെന്നറിയോ? അവന് ഞാൻ ഉമ്മ വരെ കൊടുത്തു ഏട്ടാ. ഏട്ടന് മിസ്സായി. ഓക്കെ, നെക്സ്റ്റ് ടൈം മിസ് ചെയ്യില്ല. ഏട്ടൻ എന്നെ വെറുതെ കളിയാക്കുന്നല്ലേ? പ്ലീസ് വസു, ഐ മീൻ ഇറ്റ്. എനിക്ക് നല്ല വിശപ്പുണ്ട് ഏട്ടാ. എന്ത്? എനിക്ക് വിശക്കുന്നു എന്നാ പറഞ്ഞേ. ഇപ്പോഴോ? മോൻ എന്റെ അടുത്ത് വന്ന് എന്നെ കണ്ടിട്ട് വളരെ സങ്കടത്തോടെ പറഞ്ഞിട്ട് പോയതാ. പാവം, അവൻ ക്ഷീണിച്ചു എന്ന് തോന്നുന്നു. വിശക്കുന്നേട്ടാ. ശരി, വാ താഴെ പോയി കിച്ചണിൽ വല്ലതും കഴിക്കാനുണ്ടോ നോക്കാം. എനിക്ക് അടുക്കളയിലുള്ളതൊന്നും വേണ്ട. പിന്നെ പുറത്തു പോയി ഐസ്ക്രീമോ പാനിപ്പൂരിയോ കഴിക്കാൻ തോന്നാ. ഈ സമയത്തോ? അതെ, ഈ സമയത്ത് ഐസ്ക്രീം പാനിപ്പൂരി എവിടെ കിട്ടാനാ? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എന്നെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. അല്ല, അങ്ങനെയല്ല. എന്നെ കൂട്ടിക്കൊണ്ടു പോയി ഇതൊന്നും വാങ്ങി തന്നില്ലെങ്കിലേ ഞാൻ ഏട്ടനോട് പിണങ്ങും. പിന്നെ ഞാൻ മിണ്ടില്ല. അയ്യോ, ഇപ്പൊ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഉണ്ണിക്കും അനുവിനും കീർത്തിക്കും തനിക്കും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അവരെ പോലെ തന്നെയാ താനും ഇപ്പൊ വാശി പിടിക്കുന്നത്. ശരി, ഇപ്പൊ എന്നെ പുറത്ത് കൊണ്ടുപോയില്ലയോ? കൂട്ടിട്ട് പോവാം. സത്യമായിട്ടും താങ്ക് യു സോ മച്ച്. പ്രിയനൊരാൾ ഇന്നു വന്നുവോ എന്റെ ജാലകത്തിലെ രാത്രി മൈന കാതിൽ മൂളിയോ ചാന്ത തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ കാറ്റു ചിന്നിയ ചാറ്റൽ മഴ ചിലങ്ക കെട്ടില്ലേ ചാന്ത തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ കാറ്റു ചിന്നിയ ചാറ്റൽ മഴ ചിലങ്ക കെട്ടില്ലേ ചാന്ത തൊട്ടില്ലേ. അയ്യോ സോറി ഏട്ടാ. ശബ്ദം ഉണ്ടാക്കി വീട്ടുകാരെ ആരെയും ഉണർത്തിക്കളരുത്. ഓക്കെ, വാ. 1 സെക്കൻഡ്. ശാരദേന്ദു ദൂരെ
2 പ്ലേറ്റ് പാനിപൂരി. 1 സെക്കൻഡ് വസുന്ധരെ, പാനിപൂരിയുടെ കൂടെ ചാറ്റ് മസാലയും കഴിക്കുമല്ലോ അല്ലേ? വിചിത്രം ലോകരീതികൾ ആരുണ്ടി വിധി മാറ്റുവാൻ ഒടുക്കം ഓർത്തറിഞ്ഞിടാൻ മറയുവതിതോ മുഖം. ലോകം കണ്ടെത്താൻ പല സ്വപ്നം കണ്ടു നാം വഴിമാറിപ്പോയല്ലോ. പുതുലോകം കണ്ടെത്താൻ പല സ്വപ്നം കണ്ടു നാം വഴിമാറിപ്പോയല്ലോ. നെക്സ്റ്റ് ഐസ്ക്രീമേ. ചേട്ടാ 2 കുൾഫി.